ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പേജസ് ബൈ ജിബി. നമ്മൾ കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചിരുന്ന ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഹോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം എല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റത്തില്ല, സമയം ഒരുപാട് എടുക്കും. നമ്മൾ നെസമോൾ ഇപ്പോൾ ഉറങ്ങുന്ന ടൈമാണ്. അപ്പം ആ ഒരു ടൈം മാത്രമേ നമുക്കിങ്ങനെ കുറേ സമയമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ കരയാൻ തുടങ്ങും. പിന്നെ അപ്പം ഒരാൾ വേണം അവളുടെ കൂട്ടത്തിൽ. അപ്പം ഞാനും മമ്മിയും കൂടി ആയിരുന്നു ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് മൺസൂണല്ലേ വരുന്നത്. അപ്പം നമുക്ക് തുണി അലക്കി ഉണങ്ങാനായിട്ട് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. ഞാനും മമ്മിയും കൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. അപ്പം ഞങ്ങൾ ആദ്യം ഹാളിലുണ്ടായിരുന്ന സോഫായും ടീബോയും ചെയേഴ്സും എല്ലാം വേറെ റൂമിലേക്ക് മാറ്റി. അപ്പം എളുപ്പമാകുമെന്ന് ഓർത്താണ് അങ്ങനെ മാറ്റിയത്. നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മാസ്ക് എടുത്ത് വലിച്ചു പൊളിച്ച് വെക്കുന്നത് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടായിട്ടല്ല, ടെസ്റ്റ് അടിച്ച പനി വരും, അതുകൊണ്ടാണ്. മാസ്ക് എല്ലാം വെച്ച് സെറ്റായി. അപ്പോൾ ഇനി പരിപാടി തുടങ്ങാം. ചോരയിരിക്കുന്ന ഓരോ ഫോട്ടോയും പറിച്ച് മമ്മിക്ക് കൊടുത്തു. മമ്മി പിടിക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ സോഫയെല്ലാം നീക്കി. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സ്പീഡ് കൂടി പോകുന്നുണ്ട്. എന്താ ഭയങ്കര രസമാണ് കാണാൻ. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ ആയിരുന്നു ഈ പണികളൊക്കെ എത്ര പെട്ടെന്ന് നടന്നേനെ. നമ്മളിത് 2 മണിക്കൂർ എടുത്ത് ചെയ്തു, പക്ഷേ ഇതിൽ കാണുമ്പോൾ 3 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് സ്പീഡിലാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റോ ഒന്ന് ചെയ്തിട്ട് പോയ സ്ഥലമാണ്. പിന്നെയും അവിടെയോട്ട് നമ്മൾ കയറി നിൽക്കുന്ന പോലെയല്ല, താഴെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് മാറാല ഉണ്ടായിരുന്നു. പിന്നെയും തിരിച്ച് കയറി ഓരോ തവണ ഇറങ്ങുക കയറുക അങ്ങനെയല്ല. നമ്മുടെ ടി വി ഇരിക്കുന്നതിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ടായിരുന്നേ. ടി വിയുടെ വയറെല്ലാം കൂടെ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് കുറച്ച് സമയം എടുത്തു അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനൽ തുടച്ചു. കർട്ടൻ ഇടുന്നത് കാരണം കമ്പികളുടെ ഇടയിലെല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ടായിരുന്നു. ഇത്രയും നാൾ ചൂടായിരുന്നുകൊണ്ട് ഫാൻ ഫുൾ സ്പീഡിൽ ഇടുന്നതുകൊണ്ട് നമ്മുടെ പൊടിയെല്ലാം കൂടെ 2 മൂലകളിലായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ബാക്കി ഫാൻ തുടയ്ക്കുന്ന മമ്മീനെ ഏൽപ്പിച്ച് പിന്നെ ഞാൻ ടേബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഫാൻ തുടയ്ക്കാൻ കയറിയ ഫാനിൻ്റെ ലീഫിലെല്ലാം നല്ല പൊടിയായിരുന്നു. കാരണം നമ്മൾ ഈ ജനലും വാതിലും എല്ലാം തുറന്നിടുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നേ. മേളിൽ നിന്ന് തൂത്തിട്ട പൊടിയെല്ലാം ഞാൻ ഒരു സൈഡിൽ നിന്ന് അടിച്ച് മാറ്റുമ്പം മമ്മി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ അടിച്ച ഭാഗങ്ങൾ തുടച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്